ഇതെങ്ങനെയാണ് ഈ ലൈഫ് പദ്ധതിയിലെ വീട് വക മാറ്റിയത് എങ്ങനെയാണ്? മൂത്തേടത്ത് മുസ്ലിം ലീഗിൻ്റെ കൽക്കുളം വാർഡ് മെമ്പറുടെ ഭർത്താവ് മൂത്തേടം പഞ്ചായത്തിലെ കാറ്റാടി പാലത്തിനോട് ചേർന്ന് ലൈഫിൽ സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീട് വിലയ്ക്ക് വാങ്ങുകയാണ്, വളരെ തുച്ഛമായ വിലയ്ക്ക്. സർക്കാർ മലയോര ഹൈവേ നിർമ്മിച്ചതാണ് ഈ തട്ടിപ്പിന് ഇവർ ഉപയോഗപ്പെടുത്തിയത്. മലയോര ഹൈവേയോട് ചേർന്നുള്ള ലൈഫ് വീട് ഗുണഭോക്താവിനെ താമസിക്കും മുമ്പ് തന്നെ അവർക്ക് തുച്ഛമായ വില കൊടുത്തുകൊണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ വാർഡ് മെമ്പർ ഇത് തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിൽ വാണിജ്യ കെട്ടിടം നിർമ്മിച്ച് വൻ തുകയ്ക്ക് മറ്റൊരു ലീഗിൻ്റെ കരാറുകാരന് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇത് മറിച്ച് വീണ്ടും വിറ്റു. അതായത് 9 വർഷക്കാലം അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് താഴെ തട്ട് മുതൽ വലിയ അഴിമതി നടത്തുന്നു, തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ മൂത്തേടത്ത് നടന്നിട്ടുള്ളത്. ഇതിൽ വലിയ അപകടകരം എന്ന് പറയുന്നത് ഈ വാർഡ് മെമ്പർ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടത്തിൻ്റെ റിയൽ എസ്റ്റേറ്റിലെ കണ്ണിയാണ്. ഭൂമി വാങ്ങൽ വിൽക്കൽ ഇടപാടുകളിലൊക്കെ കൂടെ നിൽക്കുന്ന കക്ഷിയാണ് ഈ ഭൂമി വാങ്ങി വാണിജ്യ കെട്ടിടമാക്കി മറിച്ചു വിറ്റിട്ടുള്ളത്. അപ്പോൾ ഈ തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം വേണം. ലൈഫ് വീടിനെ തന്നെ സംസ്ഥാനത്ത് തകർക്കുന്ന തരത്തിലാണ് മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ കെട്ടിടം നിർമ്മിച്ചത് ചട്ടം ലംഘിച്ചാണ്. മലയോര ഹൈവേയുടെ സംരക്ഷണ ഭിത്തിയോടൊപ്പം കോൺക്രീറ്റ് ചെയ്തിട്ടാണ് മലയോര ഹൈവേ റോഡിൽ നിന്ന് നേരിട്ട് ഈ കടയിലേക്ക് കയറുന്ന തരത്തിൽ ആണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അതിനാണ് ചട്ടം ലംഘിച്ച് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ നമ്പർ കൊടുത്തിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണം വേണം, കർശന നടപടിയും സ്വീകരിക്കണം.